എന്താ മമ്മി പറഞ്ഞേ? അയ്യോ, ഈ അങ്കിളിന് ഒന്നും അറിയില്ലല്ലോ. ജിനമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എൻ്റെ യേശുത്തമ്മിയുടെ മോളാണല്ലോ. ആ ബാ കുഞ്ഞ, അവനോരോ വെളിവില്ലായ്മ കാണിച്ചു കൂട്ടിയിട്ട് നിൽക്കുക. ബാ നമുക്ക് പോയി മുഖമൊക്കെ കഴുകാം. എന്റെ IPS പുത്രൻ വന്നോ? അതെ, നീ ഒന്ന് കെട്ടുമ്പോ സ്വന്തം തന്തേനും തള്ളേനെ അറിയിക്കണം എന്നുള്ള ചിന്ത പോലും നിനക്കില്ലേടാ? എന്താന്നറിയില്ലപ്പ, ഇന്ന് രാവിലെ അങ്ങ് എഴുന്നേറ്റേ പോന്ന് കെട്ടണമെന്ന് ആഗ്രഹം. പിന്നെ ഒരു പെണ്ണിനെ കണ്ടതും അങ്ങ് കെട്ടിയേക്കൊള്ളാന്ന് തോന്നി. എന്തായാലും നിന്നിൽ നിന്ന് ഞാൻ ഇതിൽ കൂടുതലുള്ള മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കുരുത്തം കേട്ടവൻ്റെയൊക്കെ കാര്യം. ഒന്ന് നോക്കിയാലേ നീ ചെയ്തത് നല്ല കാര്യം തന്നെയാ. പക്ഷേ അവൾക്കും ആ കുഞ്ഞിനും വേറെ അവകാശികളുണ്ടെങ്കിലുള്ള കാര്യത്തെപ്പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലവനും വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ കെട്ടിയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചിരിക്കണം. അവസേപ്പിച്ചും വെറുതെ ഇരിക്കുന്നേ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. എന്തായാലും നീ ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ. വക്കീല് മേഡം ഉറങ്ങിയില്ലേ? ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുമായിരുന്നോ? പിന്നീട് കാത്തിരിക്കാൻ പറ്റിയ ചാമാനം ഇങ്ങോട്ട് പിടിച്ചു കുട്ടോടെ പൊട്ടി എൻ്റെ കൈ വാങ്ങിക്കും. ഇല്ലെങ്കിലോ നിന്നെ കണ്ടാ എനിക്കങ്ങ് പിടിക്കാൻ തോന്നടി. ആരെയടി നീ പട്ടീന്ന് വിളിച്ചത്? പോയി നിന്റെ അപ്പാപ്പനൊക്കെ ഒരു വിളിക്കടി പട്ടീന്ന്, ആ ഊസേപ്പിനെ. ഡോ മാറി നിൽക്കടാ, അല്ലെങ്കിൽ സാറിൻ്റെ തൊപ്പിത്താലെ കാണത്തില്ല. ഗാർഹിക പീഡനത്തെ ഞങ്ങൾ കേസ് കൊടുക്കും. ആണോ? എന്നെങ്കിൽ പിന്നെ പീഡനത്തിന് നീ കേസ് കൊടുക്കാൻ എൻ്റെ ഓഫീസിൽ തന്നെ വരണം കേട്ടോ. പോയി നമ്മുടെ കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. പിന്നെ നിന്നെ കല്യാണം കഴിക്കാൻ ഒരുത്തം വന്നില്ലേ, അവൻ്റെ അത്ര ചേറ്റയല്ല ഞാൻ. എനിക്കൊരു കിസ്സൊക്കെ ഇന്ന് അടിക്കണമെന്നുണ്ടായിരുന്നു, കാരണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. പക്ഷെ നടന്നില്ല. എല്ലാ ദിവസവും ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം എന്തായാലും കൈ കിട്ടിയാ അടിച്ചിരിക്കും. എൻ്റെ പൊന്നുമിയ, എന്താ നിന്റെ പ്രശ്നം? കുറേ നേരമായല്ലോ നീ ഈ കരച്ചിൽ തുടങ്ങിയിട്ട്. ഞാൻ ചോദിച്ചാൽ നീ ഒന്നും പറയത്തുമില്ല. എന്ത് പറ്റി നിനക്ക്? ഇച്ചയിലൊന്നും വേണ്ടണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പൊക്കോ ഇവിടുന്ന്. മിയ, എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഓഫീസ് വർക്കുണ്ട്, ഞാൻ കിടന്നോളാം, നീ കിടന്നോ. ആതിരാത്രി ആഘോഷിക്കണ മനുഷ്യന് ഇവിടെ ഇരുന്ന് മുടിഞ്ഞാടി. എന്നാ ഇച്ചായ പ്രശ്നം? ഇച്ചായ റൂമിലേക്ക് ചെല്ലുന്നില്ലേ? അവിടെയാണെങ്കിൽ എലിസബത്ത് ഏട്ടത്തി കാത്തിരിപ്പുണ്ടായിരിക്കും. ഞാൻ എടുത്തുചാടി പ്രവർത്തിച്ചോടാ. ബെസ്റ്റ്. ഇച്ചായനിത് ഇപ്പോഴാണോ ചോദിക്കുന്നത്? ശരിക്കും ആ കുട്ടിയുണ്ടെന്ന് ഇച്ചായൻ അറിയത്തില്ലായിരുന്നല്ലേ? അടുത്തോട് വന്നല്ലോ. ഇനി നിനക്കെന്നാ പറ്റിയടാ? അത് ചിലപ്പോൾ മീച്ചി ഉമ്മയൊന്നും കൊടുത്ത് കാണത്തില്ല, അതിൻ്റെ ആയിരിക്കും. ഒന്നതാ മനുഷ്യനിപ്പോൾ കത്തിരിക്കോ? അതിൻ്റെ ഇടയ്ക്ക് കോപ്പിലെ ചളിയും കൊണ്ട് വന്നേക്കല്. നീ എന്നോട് മിണ്ടുന്നില്ല, വന്ന് കയറിയത് കരച്ചില്. എന്നെ പറ്റി അറിഞ്ഞുകൂടാ. അതാണോ ഇത്ര വലിയ കാര്യം? അത് സിമ്പിളല്ലേ. ഇച്ചായനാണെങ്കിൽ എലിസബത്ത് ഏട്ടത്തെയും കൊണ്ട് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു മിയേച്ചിയോട്, ഇനി മിയേച്ചിനെ ഉപേക്ഷിച്ച് ഇച്ചായൻ വേറെ കല്യാണം കഴിച്ചെന്ന്. ഇത് അറിയാണ്ട് ഒരു കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞു പോയി. അപ്പം തുടങ്ങിയതോ ഓടിക്കറി പോകുന്ന കണ്ട്. എൻ്റെ പൊന്നല്ലേ, ഞാൻ നിന്നോട് എന്നാ പാവപ്പാടാ ചെയ്തേക്കുന്നത്? നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. അതിന് പറയാൻ കണ്ട വർത്താനം. എൻ്റെ ദീപമേ, കളി തീരുന്നില്ലല്ലോ. നിങ്ങളിവിടെ പറഞ്ഞ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യേ. ഞാനെങ്കിൽ പോയി കിടക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പോകേണ്ടത്. വാ ഇരിക്കേ. എടാ കൊച്ചിനെ, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ആര് കണ്ട്? ACP ആൽഡ്രിൻ എൻ്റെ കണക്കൂട്ടൽ മൊത്തം അങ്ങ് തെറ്റിച്ച് എന്ന് കരുതി നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആദ്യം ഞാൻ അവനൊന്ന് പോയി ഒന്ന് കാണട്ടെ. നീ എന്നാ ചെയ്താലും കുറച്ച് സൂക്ഷിച്ച് വേണം. ആ ചെറുക്കനെ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട കേട്ടോ. അവനാണെങ്കിൽ എനിക്ക് പറ്റിയ എതിരാളി തന്നെയാണ്. ശരിയുടെ കൊച്ചനെ, എന്തായാലും പ്രോഫിറ്റിൻ്റെ പകുതി എമൗണ്ട് ഞാനാണെങ്കിൽ വീട്ടിൽ നിൻ്റെ അപ്പച്ചൻ്റെ പേര് ഏൽപ്പിച്ചേക്കാം. എങ്കിൽ നിൻ്റെ പരിപാടി നടക്കട്ടെ. എൻ്റെ പൊന്നു കുക്കി കുഞ്ഞെ, അതിങ്ങോട്ടാ, മമ്മി വാരിത്തരാം. മമ്മിക്കാണെങ്കിൽ നിന്നെ ആക്കിയിട്ട് വേണം പോകാൻ. ഞാൻ ഇന്ന് പോകുന്നില്ല മമ്മി, പ്ലീസ്, ഞാൻ പോകുന്നില്ല.
അതേ മോളെ, ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ? അന്നേരം മോളെ ഇനി ഡേ കെയറിലാക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് മോളിപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അയ്യോ അത് വേണ്ട, അത് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ടാണ് മോളെ? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പ്രായത്തിൽ നോക്കാൻ ഫാമിലിയാണ് വേണ്ടത്. അതെ മമ്മി, ഞാനാണെങ്കിൽ പീറ്റർ അപ്പയുടെയും മമ്മിയുടെയും കൂടെ ഇരുന്നോളാം. ഓ ശരി, എൻ്റെ ചക്കര കുഞ്ഞാ. എടി മിയേ, നിനക്ക് മീമുള്ളു വേണോ? മിണ്ടായിരുന്നു കഴിച്ചോ, അല്ലെങ്കിൽ കോഴിക്കറി ഞാൻ തല്ലി ഓടിക്കും. മോനെ, നീയൊന്നും കഴിക്കുന്നില്ലേ? ഒരുത്തനാണെങ്കിൽ ഇവിടെ കഴിക്കാണ്ട് പോയി. ഇപ്പൊ നീയും ഒന്നും കഴിക്കാണ്ട് ഇറങ്ങുവാണോ? വേണ്ട ആൻറ്റി, അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ പോകണം. എടാ, നീ ഒന്നും കഴിക്കാതെ ഇറങ്ങാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ചെല്ലേ. അയ്യോ, കഴിക്കാണ്ട് പോയാ വിഷക്കില്ലേ? കഴിക്കാണ്ട് പോകുന്നത് ബാഡാ. ഈ പാല് വേണോ? വേണ്ട കുഞ്ഞാ, നീ കഴിച്ചോ. അതെന്നാ ഈ പാല് ഇഷ്ടാകാത്ത കൊണ്ടാ? അപ്പൊ വിശന്ന് എന്നാ ചെയ്യും? ഇഷ്ടായില്ലെങ്കിൽ മമ്മി പാല് തരും അല്ലേ മമ്മി? ഞാനോ? അങ്കിൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയി ഇവളെയും കൊണ്ട് ഓഫീസിൽ പോകുന്നത്. മോളെന്താ എന്നെ വിളിച്ച അങ്കിളെന്നോ? ആൽഡ്രി എന്നെ അപ്പാന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് മോളും അത് തന്നെ വിളിച്ചാൽ മതി. ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ. ഞാൻ നല്ല കുട്ടിയായി ഇരുന്നോളാം മമ്മി. ഞങ്ങളെങ്കിൽ ഇറങ്ങുവാണേ താത്താ. സാർ ഗുഡ് മോർണിംഗ്. ഇന്നലെയാണെങ്കിൽ ആ പ്രതിദിനം കൊണ്ട് കോടതി പോയായിരുന്നു സാർ. 14 ദിവസത്തേന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബെന്നി, പിന്നെ ആ വിളിയിരിക്കുന്ന ആളോട് അകത്തേക്ക് കയറി വരാൻ പറ. ഹായ് ACP, നീ ഒട്ടും എന്നെ പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കറിയാം. എന്നാ ചെയ്യാനാ, എൻ്റെ എലിസബത്ത് അവിടെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. നിൻ്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാടാ. അല്ലെങ്കിൽ നിനക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിയില്ലെന്ന് തന്നെ എനിക്കറിയാം. പിന്നെ എൻ്റെ ഭാര്യയുടെ ഒരു സുഖവിവരങ്ങളും നിന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിൻ്റെ വർക്കിംഗ് അവറാണ്. സോ ഗെറ്റ് ഔട്ട്. ACP സാറിന് കുറച്ച് മര്യാദയൊക്കെ ആകാം. നിൻ്റെ ഭാര്യയോ? ഒരു രാത്രിക്ക് കൊണ്ട് അവിടം വരെയൊക്കെ എത്തിയോ? അത് നിൻ്റെ വെറും തോന്നല. അവളെ എൻ്റെയാ. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു, ഇതെൻ്റെ ഡ്യൂട്ടി അവറാണ്. സോ എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ നീ ഇവിടുന്ന് പോകുന്നുണ്ടോ, അതോ നീ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ കൊണ്ടിട്ടേ നീ പോകത്തുള്ളൂ? ഞാൻ പോയേക്കാം. ഒന്ന് കെട്ടിയത് കൊണ്ട് നീ ജയിച്ചില്ല ആൽഡ്രിൻ പീറ്റർ. അതിനെ കൊച്ച് നിന്നെ അപ്പനായി കാണണം. അവൾക്കത് കഴിയില്ല. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ. എക്സെപ്റ്റ് മിയ, ഓൾ ഓഫ് യു മേ ലീവ് നൗ. എന്താ ചെയ്യാ, എല്ലാവരോടും പോയിട്ട് എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. നിൻ്റെ പിണക്കം മാറിയില്ലേടി? ആ കുഞ്ഞ് എൻ്റെ അതല്ല, ഞാൻ നിന്നെ മറന്ന് വേറെ ആരും കെട്ടിയിട്ടില്ലെന്ന് അറിഞ്ഞല്ലോ. ഇനി എന്നാ പ്രശ്നം നിൻ്റെ? ചേച്ചേ ഇച്ചയ, അതൊക്കെ ഞാൻ നേരത്തെ തന്നെ മറന്നു. പക്ഷെ ഇപ്പം അതല്ല പ്രശ്നം. ഇച്ചായനാണെങ്കിൽ എന്നെ ഒരു രോഗിയാക്കിയേക്കോ. എന്താ മിയ നീ പറയുന്നത്? രോഗമോ? എന്ത് രോഗം? ഇച്ചയ, ഞാൻ പ്രഗ്നൻ്റ്. സത്യമാണോ? അപ്പൊ കുറേ ദിവസം കഴിയുമ്പോ എന്റെ കൂടെ കളിക്കാൻ ആള് വരുമല്ലേ ആൻറ്റി? അതിൽ കുക്കിപ്പണ്ണിൻ്റെ കൂടെ കളിക്കാൻ ഒരു കുഞ്ഞാൾ വരും. കൺഗ്രാറ്റ്സ് മിയ, ഞാൻ കയറി വന്നപ്പോൾ അപ്പയാ പറഞ്ഞത്. ഈ സമയത്തൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. ആൻറ്റി എങ്ങനെ എൻ്റെ കുഞ്ഞാവ ആൻറ്റിയുടെ വയറ്റിൽ വന്ന്? എൻ്റെ കുഞ്ഞാവേ, നിനക്ക് എന്തൊക്കെ സംശയമാടി? അത് പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആൻറ്റിക്കും അങ്കിളിനും ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ഗോഡ് തന്നൊരു ഗിഫ്റ്റാണ് കുഞ്ഞാവ. ആണോ? ആൻറ്റി അങ്കിൾ ഇഷ്ടത്തിലായതുകൊണ്ട് കൊടുത്തവന്ന ഗിഫ്റ്റാണോ? അപ്പോൾ എന്നെ അങ്ങനെ ഗിഫ്റ്റ് തന്നതായിരിക്കില്ലേ ഗോഡ്? മമ്മി
എന്നെയും ഗിഫ്റ്റ് കിട്ടിയതാണോ? ഒന്ന് നിർത്തുന്നുണ്ടോ കുക്കി? ചെറിയ വായിൽ അവളുടെ വലിയ വർത്തനം. ഗോഡോട് ഞാൻ ഒരിക്കലും നിന്നെ ഗിഫ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എലിസബത്ത്, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? മോളെ, നിക്ക് ഓടിപ്പോകരുത്, മമ്മി പറയട്ടെ. നീ അവിടെ ഒന്ന് നിന്നേ. ഇപ്പം ആ കൊച്ചിനോട് നീ എന്നടി പറഞ്ഞത്? കൂടെ കിടന്ന് സുഖിക്കുമ്പോൾ അറിയത്തില്ലായിരുന്നോ അതിൻ്റെ ഫലമായിട്ടൊരു കുഞ്ഞുണ്ടാവുമെന്ന്? പറയാൻ കൂടെ വർത്തനാണോ നീ ഇപ്പം അതിനോട് പറഞ്ഞത്? അത് പറയാൻ തനിക്കെന്താ യോഗ്യത? പിന്നെ താനിവിടെ എന്നെ എന്തിനാ കൊണ്ടുവന്നെന്ന് താൻ മറന്നു പോയോ? അങ്ങനെ ഒറ്റ രാത്രിക്ക് മതിയായിരുന്നെങ്കിലേ ഇവിടെ നിന്ന് എൻ്റെ മുഖത്ത് നോക്കി ചിലക്കത്തില്ലായിരുന്നു. ഇനി മേലെ കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ എലിസബത്ത്, എനിക്ക് നിൻ്റെ ശരീരം മാത്രം പോലെ മനസ്സും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം നിനക്ക് തരുന്നത്. പക്ഷെ അത് തെറ്റായിപ്പോയിന്ന് നീ എന്നെ കൊണ്ട് തോന്നിപ്പിക്കരുത്. ഹലോ കുക്കി ബാവേ, എന്നാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒറ്റയ്ക്ക്? എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എന്നെ ആർക്കും ഇഷ്ടമില്ല. അയ്യോ, അങ്ങനെ ആരാന്നേ പറഞ്ഞത്? അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാതെ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ പോലീസല്ലേ, ഞാൻ പിടിച്ച് ജയിലിലിടാം. ആരെന്ന് പറയും? അങ്ങനെ ആരും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം, അങ്ങ് വീട്ടിലായിരുന്നപ്പം ഷെറാൻഡിക്കൊന്നും എന്നെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ എന്ത് കഴിക്കാനിട്ടാലും വക്ക് പറയുമായിരുന്നു. ഇപ്പം മമ്മി എന്നെ വക്ക് പറഞ്ഞു. എന്നെ ഗോഡ് ഗിഫ്റ്റ് കൊടുത്തതല്ലെന്ന് പറഞ്ഞു. അയ്യോ, അതെൻ്റെ കുഞ്ഞ് വിശ്വസിച്ചോ? അത് മമ്മി കള്ളം പറഞ്ഞതാ. കുഞ്ഞിനെ ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാ. അപ്പം എന്നെയും ഗിഫ്റ്റ് കിട്ടിയതാണോ? അപ്പം എൻ്റെ പപ്പേനെ അറിയുമോ? അത് ഞാൻ കണ്ടുപിടിച്ചു തന്നാലോ? ആണോ? എങ്കിൽ കണ്ടുപിടിച്ച് തരണേ. ഇച്ചായന് ഇത് എന്തൊക്കെയാ പറഞ്ഞ? ഇനി അത് തപ്പിപ്പോവാത്തിൻ്റെ ഒരു കേടും കൂടെ ഉള്ളൂ. ഇല്ലടാ, എനിക്കത് കണ്ടെത്തണം. ഞാൻ ആ കുഞ്ഞിനെ വാക്ക് കൊടുത്തു പോയി. എൻ്റെ പൊന്ന ആൽഡ്രി, നിനക്ക് എൻ്റെ തലയ്ക്ക് വരെ ഓളവും ഉണ്ടാവും. ആ പെണ്ണിനെ നീ കല്യാണം കഴിച്ചു. എന്തുകൊണ്ടാണ് നീ അത്? നിനക്കുള്ള ആത്മാർത്ഥത സ്നേഹം കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിൽ പിന്നെ ഉള്ള കുടുംബം കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ളതിന് അവൻ ഇനി അതിൻ്റെ വേരും അതും തപ്പി ഇറങ്ങിയേക്കുക. അതെ, ജിമ്മിച്ചായൻ പറഞ്ഞതിനോട് എനിക്കും താല്പര്യം. കാരണം ഇച്ചായൻ കല്യാണം കഴിച്ചിട്ട് ഇനി അയാൾക്ക് ആ കുഞ്ഞിനെയും വേണമെന്ന് പറഞ്ഞ് എന്നാ ചെയ്യും? എലിസബത്ത് ചേച്ചിനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചായൻ അത് ചെയ്യുമോ? അവളെയും കുഞ്ഞിന് ഏതാണെന്ന് ചോദിച്ചാലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. പക്ഷേ ഈ സമൂഹത്തിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച് അവളെ ഒഴിവാക്കിയവനെ കണ്ടു കിട്ടിയോ, എനിക്ക് തന്നെ അവനെ കൊല്ലണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് എന്തോ കൂടുതരം മുഴുത്ത ഭ്രാന്ത ഇവനെ പിടിച്ചേക്കുന്ന എൻ്റെ പൊന്നല്ല. എടാ, നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ ജേക്കബ് ഇച്ചായനോടും പറഞ്ഞിട്ടുണ്ട്. ഇച്ചായൻ നാളെ വരും. എനിക്ക് കണ്ടുപിടിക്കണം അതാരാന്ന്. ജേക്കബ് ഇച്ചായനോടോ? നീ ആണെങ്കിൽ ഇച്ചായനോടും വിളിച്ച് പറഞ്ഞോ? ഇച്ചായൻ ബിസിനസ് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്തായാലും നീ രണ്ടും കൽപ്പിച്ചല്ലേ, എങ്കിൽ പിന്നെ ഞങ്ങളും ഉണ്ട്. നമുക്ക് 4 പേർക്കും കൂടെ ആഞ്ഞു പിടിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഡാ. പിന്നെ ഞാൻ പോയി കിടക്കട്ടെ, നിങ്ങളും കിടക്ക. ഉറക്കമാണോ എലിസബത്ത് റാണി? ഉറങ്ങുന്ന കൊണ്ട് എന്ത് പാവം. എൻ്റെ കുഞ്ഞാ നീ. ഇവൾക്ക് മര്യാദയ്ക്ക് കിടന്നോടെ. ഒന്നാമത് മനുഷ്യൻ്റെ കൺട്രോൾ നശിപ്പിക്കാം. എന്താ മമ്മി രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞത്? മമ്മിക്ക് സുഖമല്ലേ? അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മമ്മി ആകെ ക്ഷീണിച്ചു. ഒന്നുമില്ലടാ, മമ്മി ഓക്കെയാണ്. മമ്മിക്ക് പ്രശ്നമൊന്നുമില്ല. കഷ്ടപ്പാടിൻ്റെ കാര്യം അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഞാനിപ്പോൾ വന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാനാണ്. അടുത്ത ദിവസമാണെങ്കിൽ നിനക്ക് തറവാട് വരെ ഒന്ന് വരാൻ പറ്റുമോ? എല്ലാവരും ജോലിയൊക്കെ പോയി കഴിഞ്ഞിട്ടും മതി. അവിടെ ഞാൻ നിനക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിൻ്റെ കയ്യിൽ തന്നിവിടാനാണ്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ നിനക്ക് തരണമെന്ന് അനുഗ്രഹിച്ച സ്വർണ്ണാഭരണങ്ങളാണ്. മമ്മി, സ്വർണ്ണാഭരണങ്ങളോ? അതൊക്കെ എന്തിനാ മമ്മി എനിക്ക്? ഞാനവിടെ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നത്.
ഞാൻ എന്തായാലും മമ്മീനെ കാണാൻ ഒരു ദിവസം തറവാട്ടിൽ വരാം, ഇല്ലാത്ത സമയം നോക്കി. എടി മോളെ, നീ അത് വേണ്ടെന്ന് വെക്കണ്ട. അത് നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഞാനും ഉച്ചാനും കൂടെ സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കി തന്നെ, കുടുംബപരമായ ഒരു സ്വത്തുക്കളും അല്ല. പിന്നെ അത് അവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരുത്തി ഉണ്ടല്ലോ, അവൾ കണ്ടുപിടിച്ചു. അതിന് അവളെ കൊണ്ടുവന്നേക്കാട് നല്ലത് എൻ്റെ കൊച്ചിന് തന്നെ അത് വേണ്ടത്. ആ ശരിയേ, അന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കെങ്കിൽ ഇപ്പോൾ പോയി സാധനം എടുക്കാം. കാരണം ആരുള്ളത് സമയം നോക്കിയല്ലേ മമ്മി ഇങ്ങോട്ട് വന്നാൽ, തറവാട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയും കൂടെ ചെയ്യാമല്ലോ. ഹലോ കാരണവരെ, എന്നാ ഇങ്ങനെ മെഴുക്കസ്റ്റിയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന? എടാ മോനെ, ഇതെങ്കിൽ ഒരു സർപ്രൈസ് ആയിപ്പോയല്ലോ. നീ വരുന്ന കാര്യം ആരും പറഞ്ഞില്ല, നീയും പറഞ്ഞു കേട്ടില്ല. എന്നാണ് കാര്യം? അത് ആൽഡ്രിയാണ് പീട്രപ്പേ ഇങ്ങോട്ട് ഇറങ്ങാൻ വരാൻ പറഞ്ഞത്. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ അറിഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. എന്തിയെ മോളും അവളും? എടാ, അപ്പോൾ നീ അവൻ പറഞ്ഞിട്ടുള്ള വരവാണല്ലേ? അന്നേരം എന്താണ് ഉദ്ദേശം രണ്ടിൻ്റെയും കൂടെ? പിന്നെ മോളും അവളും ആണെങ്കിൽ അവളുടെ അമ്മ വിളിച്ചിട്ട് പോയി. എന്നോട് ഉത്സവത്ത് മോള് പറഞ്ഞായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എത്തൂടാ, വരാറായി. ആ എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് ആൽഡ്രി നേരത്തെ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം അവനെ ഇറങ്ങിക്കാണും. ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ അവനെ ഒന്ന് വിളിച്ചായിരുന്നു. മമ്മി, ആഹാ, ഉച്ചയോളം കഴിഞ്ഞിട്ട് സുന്ദരി കുഞ്ഞ് എഴുന്നേറ്റോ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? അവിടെ എല്ലാവരും നോക്കിയിരിക്കുമല്ലേ? അതെ, പീറ്ററപ്പ നോക്കിക്കുവായിരിക്കുമല്ലേ മമ്മി. നമുക്ക് വേഗം പോകാം. മമ്മി, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടല്ലോ. ആ മോളെ, ജ്വല്ലറീസ് ഒക്കെ നീ എടുത്ത് വെച്ചല്ലോ. പിന്നെ ഞാൻ അവിടെ ഏത്തക്കപ്പം ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട്. എൻ്റെ പൊന്നു എഴുന്നേറ്റില്ലേ, ആ കഴിക്കണ്ടേ? ഏത്തപ്പാപ്പ ഉണ്ടോ? അഞ്ച് എനിക്ക് വേണം. കുക്കി ഓടല്ലേ, വീഴും നീ. അമ്മേ, അത് വേണമെങ്കിൽ ഒരു പ്ലേറ്റിനകത്ത് വല്ലതും പൊതിഞ്ഞിങ്ങോട്ട് എടുത്തേരെ. അല്ലെങ്കിൽ പിന്നെ ഇനി അവരും കൂടെ വന്നാൽ പിന്നെ അത് പ്രശ്നമാവും. അമ്മച്ചില്ല, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ആ, ഒന്നെങ്കിൽ പിന്നെ അത് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ വരാൻ സമയമായല്ലോ. അയ്യോ, ഇതെന്നെ കുഞ്ഞു കരയെന്ന് കേൾക്കുന്നത്. ശരിക്കും അതാണ് ഈ ചെയ്യാ പ്രശ്നം. ആഹാ, നീ എത്തിയോ? വന്നിരിക്കടാ. ഇരിക്കാനൊന്നുമില്ല ചേച്ചയ. എടാ ആൽഡ്രി, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്? എടാ, അത് ഓഫീസിൽ നിന്ന് വന്നപ്പം ചാർജിലാഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഞാൻ അത് കുത്തിയിട്ടേക്കോ, ഓണാക്കാൻ മറന്നുപോയി. എന്നാടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആടാ, ചെറിയ പ്രശ്നമുണ്ട്. നീ ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നേ. ഇച്ചായനും പോരെ, അപ്പനൊക്കെ എവിടെയുണ്ട്? വെയിറ്റ് ചെയ്യുക, വാ. എന്തു പറ്റി? എന്തു പറ്റി? ഇതെന്താ കുഞ്ഞു കരയുന്ന സൗണ്ട് കേൾക്കുന്ന? നമ്മുടെ മോളെവിടെ? എടാ ആൽഡ്രി, ബഹളം ഉണ്ടാക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലല്ലേ. മോളകത്തുണ്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം വരും, അന്നേരം അറിയാം. എടാ ജിമിനെ, ഇത് ശരിക്കും എന്നാടാ പ്രശ്നം? കൊച്ചിന്തിനാ കരയുന്നത്? എൻ്റെ ഇച്ചയെ ഒന്നും പറയണ്ട. അതിൻ്റെ അമ്മ അവളുടെ വീട്ടിൽ പോയതാ. അവിടെ ഒരു പൂതനുണ്ടല്ലോ, അവിടെ എന്താ പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണ എടുത്ത് കൊച്ചിൻ്റെ കൈക്കീഴിൽ കോരി ഒഴിച്ചെന്ന്. മോള് കിടന്നോ? കരയാതെടി, പിന്നെ കംപ്ലൈൻറ്റ് തന്നാൽ ലീഗലി ഫോർവേഡ് ചെയ്യാം. ആൽഡ്രി, എന്നെ ഒന്ന് ഹക്ക് ചെയ്യാൻ പറ്റുമോ? ഏയ് എലിസബത്തെ, എന്താ ഇത്? നീ ഇങ്ങനെ കരയാതെ. നിനക്ക് കംപ്ലൈൻറ്റ് എഴുതി തരാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങനെ വിഷമിക്കാതെ കണ്ണ് തുടക്കടി. നമ്മുടെ കുഞ്ഞ് നീ വിഷമിക്കാതെ, ഇതിനെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം.
ഇച്ചായ ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്തിനതൊക്കെ തല്ലി പൊട്ടിക്കുന്നത്? നിനക്കറിയത്തില്ലേടി, എനിക്കെന്നെ പറ്റിയെന്ന് നിനക്കറിയത്തില്ലേ ഇന്ന്? ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവളൊന്നും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിനക്ക് എങ്ങനെ തോന്നിയില്ല കുഞ്ഞിനോട് അങ്ങനെ ചെയ്യാൻ? ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി അവളെ ഉപയോഗിക്കുന്നുള്ളത് ശരിയാ, പക്ഷേ ഒരു കുഞ്ഞിനെ ദ്രോഹിക്കാൻ പറ്റും മനുഷ്യപ്പറ്റില്ലാത്തൊന്നും അല്ല ഞാൻ. ഓഹോ, അപ്പം അതാണ് ഇച്ചായൻ്റെ പ്രശ്നം. ഇവിടുന്ന് പിഴച്ച് ഉണ്ടായ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തിനാ എന്നെ മെക്കെട്ട് കയറുന്നത്? എനിക്കൊരു സംശയം, ഈ ഇച്ചായൻ്റെ ആണോ? തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എൻ്റെ കയ്യിൽ നിന്നാലത് വാങ്ങും. ഇനി ഇതിൻ്റെ പുറകെ ഇനി ഞാൻ നടക്കേണ്ട വരുമല്ലോ. അവർ കേസ് അങ്ങനെ ആക്കിയാലുണ്ടല്ലോ, മോൾക്ക് പോയി ജയിലിൽ കിടക്കാം. അത് കേസാകുമ്പോഴല്ലേ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ അടുത്തൊരു ഒരു സഹായം ചോദിച്ചുകൊണ്ട് വരത്തില്ല. ആ, സാറിന്ന് നേരത്തെ വന്നോ? ഗുഡ് മോർണിംഗ് സാർ. പിന്നെ അലമ്പക്കിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. മോൾക്ക് എങ്ങനെയുണ്ട് സാറേ? ഒന്നും പറയണ്ടടോ, നന്നായിട്ട് കൈ പൊള്ളിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവളോടൊരു കംപ്ലയിൻറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു, പക്ഷേ അവൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറല്ല. എന്നതാ ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, രാത്രി കൊച്ച് കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടും ഭയങ്കര കരച്ചിൽ. ഇന്ന് ഞാൻ ഇറങ്ങാൻ നേരത്തും കരച്ചിലാണ് ആൾ. ഓരോ അവസ്ഥകൾ എന്നാ പറയാനാ. സാറ് വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഒത്തു കിട്ടും ചെയ്തവരെ. അപ്പം നമുക്ക് നല്ല എട്ടിൻ്റെ പണി കൊടുക്കാം. പിന്നെ സാറിനെ കാണാൻ മറ്റവൻ വന്നിട്ടുണ്ട്. ആ, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോഴേ അവൻ ആ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കണം കണ്ട്. ഇനി അവൻ്റെ കൂടെ താങ്ങാൻ മേലെ. ഒന്നാമത് മനുഷ്യർ തല പെരുത്തിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും അവൻ വന്നതല്ലേ, ഇങ്ങോട്ട് കയറി വരാൻ പറ. ഗുഡ് മോർണിംഗ് ACP സാറേ. അയ്യോ, സാറിനിതൊരു ഗുഡ് മോർണിംഗ് അല്ലല്ലേ? ഞാനറിഞ്ഞു ആ കുഞ്ഞിനെ പറ്റി അപകടമല്ല, കുഞ്ഞിനെ അവൾ ചെയ്തത്. എന്നാ ചെയ്യാനാ, ഞാൻ കരുതിയത് കേസാകുമെന്ന്. എന്നാ തന്നെ കേസാക്കാഞ്ഞത്? നീ രാവിലെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്തിട്ട് പോക്കോ, ഞാൻ അന്വേഷിച്ചോളാം. ആൽഡ്രി, ഞാനാണെങ്കിൽ കുറേ നാളായി നിന്നോട് പറയുന്നതാ, എലിസബത്തിനെ എനിക്കങ്ങ് തന്നേരെ, അവളെ മാത്രം മതി എനിക്കെന്ന്. പക്ഷെ നിനക്കത് പിടിച്ചു വെക്കണമെന്നുള്ള വാശി. എങ്കിൽ നീ അവളുടെ കൂടെയുള്ള സുഖമായ ഉറക്കം ഞാനങ്ങ് ഇല്ലാതാക്കട്ടെ. നിനക്കറിയാവോ കൊച്ചിൻ്റെ തന്ത ആരാന്ന്? എനിക്കറിയാടാ, അതാരാന്ന് എനിക്കറിയാം. ആരാ അത്? ഞാൻ പറയുമെന്ന് ACP സാറ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ നിന്നോട് പറയത്തില്ല. വേണമെങ്കിൽ ഒന്നും പറയാം. നീ അന്വേഷിക്കുന്നതിൻ്റെ അവസാനിക്കുന്നത് തന്നെ നിന്നിലാടാ. നിനക്കറിയോ, ചെറുപ്പം മുതലേ ഞാൻ ഉള്ളിക്കൊണ്ട് നടന്നവളാണ്. അവൾ പുറത്ത് പഠിക്കാനും പോയി. അന്നേരവും ആ സ്ഥലത്ത് ഞാൻ കാവൽ പോലെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം അവളുടെ അപ്പനാണെങ്കിൽ പുതിയ കല്യാണാലോചന കൊണ്ടുവന്നത്. ഞാൻ അവളുടെ അപ്പനോട് പോയി പറഞ്ഞു എനിക്ക് അവളെ തരണമെന്ന്. അയാളും മോനും കൂടെ എന്നെ ആട്ടിപ്പായിച്ച്. അതിന് ഫലമായിട്ട് ഞാനാ കൊന്നത് അവരെ. നീ രാവിലെ തന്നെ എന്തേലും മൂന്തിയിട്ട് വന്ന് വെളിവില്ലായ്മ വിളിച്ച് പറയുവാണോ? നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. നിനക്കിതൊക്കെ വെളിവില്ലായ്മയായിട്ട് തോന്നിയോ? എന്ത് പ്രണയമാണ് അവളോട്. അവളെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അവളുടെ അപ്പനും ആങ്ങളുടെ കെട്ടിയവളും കുഞ്ഞുമൊക്കെ മരിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇനി ഒന്നും പറഞ്ഞ് ആരും വരത്തില്ലെന്ന്. അങ്ങനെ വിഷമിച്ചിരുന്ന അവളെ ഒരു ഹോട്ടൽ റൂമിലെത്തിച്ച് എനിക്ക് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എൻ്റെ കണക്ക് മൊത്തം അവിടെ പഴിച്ചു. എന്നാലും സാരമില്ല, അവളുടെ വയറ്റിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞപ്പം അവളെ അവളുടെ കുടുംബക്കാർ വേറെ ആരെയും കൊണ്ട് കെട്ടിക്കത്തില്ലെന്നുള്ള ഉറപ്പായിരുന്നു എനിക്ക്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് നീ കയറി വന്നത്. നീ അവളോട് പോയി ചോദിക്ക്, അവൾക്കറിയാം അതാരാന്ന്. നിനക്ക് പറ്റുമെങ്കിൽ പോയി കണ്ടുപിടിക്കും. മോൾ ഉറങ്ങിയോ കുഞ്ഞേ? എവിടുന്ന് മമ്മി? ഇത് കുഞ്ഞാണെങ്കിൽ ഇത്ര നേരം കരച്ചിലായിരുന്നു.
പിന്നെ ഞാൻ ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ട് ആൾക്ക്, പക്ഷെ ഉറങ്ങാൻ മടിയാണെന്ന് തോന്നുന്നു. എങ്കിൽ മോളൊരു കാര്യം ചെയ്യും, മമ്മിയാണെങ്കിൽ കുഞ്ഞിൻ്റെ റൂമിൽ കൊണ്ട് ഉറക്കാം. മോളൊന്ന് ഫ്രഷായിട്ട് മോളും കുറച്ച് നേരം കിടന്നുറങ്ങ്. രാത്രി ഒന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് മുഖം കണ്ട നല്ല ക്ഷീണവും തോന്നിക്കുന്നുണ്ട്. ആ ഓക്കെ മമ്മി. ആൽഡ്രിൻ, എന്താ ഇത്? തനിക്കാണെങ്കിൽ നോക്കി ചെയ്തിട്ട് അകത്ത് കയറണമെന്ന് അറിയത്തില്ലേ? എനിക്ക് ഡ്രസ്സും വേണം, താൻ വെളിപ്പൊക്കെ. സൗകര്യമില്ല, ഇവിടെ വെച്ച് മാറിയാൽ മതി. എന്നതാണ് എൻ്റെ ഉദ്ദേശം? ക്ഷമിക്കുന്നതെന്ന് കരുതി ഭർത്താവിൻ്റെ ആദ്യകാലം കാണിക്കാൻ ഇങ്ങോട്ട് വരണ്ട. എന്നതാ നോക്കുന്ന? നിന്റെ അന്തി എൻ്റെ കൈ കൊണ്ട. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ബ്ലാങ്കറ്റ് പുറപ്പിക്കട്ടെ. ഞാനൊന്നും ചെയ്യില്ല, നീ കരയാതെ. ഒരു ചോദ്യം, അതിനുള്ള മറുപടി മാത്രം എനിക്ക് മതി. അത് നിനക്കറിയാമെന്ന് എനിക്കറിയാം. ആരാ കുക്കിയുടെ അപ്പൻ?